ഇറ്റലി വന്നിട്ട് നമുക്കൊന്ന് ബൺ മസ്കറ്റ് ട്രൈ ചെയ്താലോ? ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ സംഭവം ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ഈ സംഭവം വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി റിയൽ ആയിട്ടുള്ള ബൺ മസ്കറ്റ് മേ ബി ചിലപ്പോൾ ഇതിനെക്കാട്ടി ടേസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ എന്തായാലും എനിക്ക് പിടിച്ചിട്ടില്ല. അങ്ങനെ ദേ രാവിലെ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ദേ ക്രൂസിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. 9 ദിവസം പോയതറിഞ്ഞില്ല. പപ്പായുടെയും മമ്മിയുടെയും മുഖത്തുണ്ടായിരുന്ന സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എവിടെ നിന്നാണ് ഷെങ്കൻ വിസ എടുത്തത്, എത്ര രൂപയായി ക്രൂസിന്, പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. ഷെങ്കൻ വിസ ഞങ്ങൾ 4 പേർക്കും അപ്ലൈ ചെയ്തത് വിസ ത്രൂ ആണ്. വിത്തിൻ 5 ഡേയ്സും കൊണ്ട് വിസ അടിച്ച് കയ്യിൽ കിട്ടി. ഞങ്ങൾ സവോണയിൽ നിന്ന് നേരെ മിലാനിലേക്ക് പോവാണ് കേട്ടോ. ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന ആൾക്കാരോടൊക്കെ ലെവിക്കുട്ടൻ തള്ളി മറിക്കുന്നുണ്ട് ഞങ്ങളുടെ 9 ദിവസത്തെ വിശേഷം. സവോണ ടു മിലാൻ 3 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയാണ്. വന്നത് ഞങ്ങളൊരു ഇന്ത്യൻ കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ചായയും കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സന്തോഷമായത്. അന്നേ ദിവസം തന്നെ റെനിയുടെയും ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ലെവിക്കുട്ടനെ ഞങ്ങളുടെ വകയുള്ള ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അപ്പച്ചൻ്റെയും മോൻ്റെയും വക ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഫ്ലാറ്റ് ഔട്ടായി. നെക്സ്റ്റ് ഡേ നമ്മൾ ഇന്നൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ്. ക്രൂസിലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാത്ത രീതിയിൽ ഞാൻ കുറച്ച് ഓട്സും ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തത് ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണ്, അപ്പാർട്ട്മെന്റ് ആണ്, 2 ബെഡ്റൂമിന്റെ. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. മിലാൻ നിന്ന് ജസ്റ്റ് 1 hour ഡ്രൈവേ ഉള്ളൂ സ്വിറ്റ്സർലാൻഡ് ലുഗാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ സിറ്റിയിലേക്ക്. അവിടുന്ന് ഒരു 30 minutes ഡ്രൈവേ ഉള്ളൂ ലേക്ക് കോമോയിലേക്ക്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ഡീപ്പസ്റ്റ് ലേക്ക് ആണ് ലേക്ക് കോമോ. ഇവിടെ ഒത്തിരി സെലിബ്രിറ്റി വെഡിങ്സും അതുപോലെ തന്നെ ലക്ഷറി ഇവന്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് മിലാൻ കത്തീഡ്രൽ എത്തി. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കത്തീഡ്രൽ ആണ് കേട്ടോ മിലാൻ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഗോത്തിക് സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചിന്റെ മുകളിലത്തെ വ്യൂ എന്ന് പറയുന്ന സ്റ്റാച്യൂവും ക്രോസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ പപ്പായ്ക്കും മമ്മിക്കും മേടിച്ചു നേരെ നമ്മൾ സ്റ്റാർബക്സ് ഫാക്ടറിയിലേക്ക് വന്നു. 2018 ഇത് ഓപ്പൺ ആയെങ്കിലും 2021 പിന്നെ കോവിഡ് വന്നതിന് ശേഷം ആക്റ്റീവ് ആയത്. ആ സമയത്ത് നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഇതിന്റെ അകത്ത് കയറിയത്. അങ്ങനെ നമ്മുടെ എല്ലാ ട്രിപ്പും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എവിടുന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങുവാണെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. എൻ്റെ കൂടെ ലെവിക്കുട്ടനും മുട്ടുകുത്തും. ഈ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്ത അച്ചുവാണ്. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ അത് എനിക്കൊരു പ്രഷ്യസ് മെമ്മറി തന്നെയാണ്. ഞങ്ങളത് എയർപോർട്ടിൽ വന്ന് ചെക്കിനൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരാൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കയറിപ്പോകുന്ന എങ്ങോട്ടാണെന്നറിയാമോ? കാർ എടുക്കാനാണേ. അത് നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി. അതേ സ്പീഡിൽ എൻ്റെ കൂടെ തിരിച്ചും വന്നു. മിലാനില് കൾച്ചറൽ ട്രഡീഷൻ ആയിട്ടുള്ള ഒരു സിട്രസ് ലിക്കർ ആണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മെക്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ച് ഫ്ലൈറ്റിലിരുന്ന് കഴിച്ച് നേരെ നമ്മൾ ലണ്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ക്രൂസ് പാക്കേജ് നമ്മൾ ബുക്ക് ചെയ്തത് കോസ്റ്റ ആപ്പിലൂടെയാണ്. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ കോസ്റ്റയിൽ തന്നെ പോകുന്നത്. ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് നമ്മൾ ബാൽക്കണി റൂം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ പെർ റൂമിന് 2500 pounds ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത് 350 euros per person ആണ്. അത് അൺലിമിറ്റഡ് ഡ്രിങ്ക്സിന് വേണ്ടിയിട്ടാണ്. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കണ്ട. പക്ഷെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേരും ഒരു റൂമിലുള്ളവർ എടുക്കണം. പിന്നെ ഓഫ് സീസണിൽ കോസ്റ്റയിൽ ഇതിന് പകുതി പ്രൈസ് പോലും വരാറില്ല. നിങ്ങൾക്ക് കോസ്റ്റ ആപ്പിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.